നോക്കൂ ശ്രീമാൻ മുരളീധരൻ, അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛന്റെ താല്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് DIC പ്രസ്ഥാനമുണ്ടാക്കി ഈ പാർട്ടിയിൽ നിന്ന് വേറിട്ട് പോയതിനു ശേഷം കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ വെച്ച് പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛനാണ് എന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയുടെ അച്ഛന്റെ പേരിനെ പോലും വില കുറച്ച് കാണിച്ച ഏറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞെന്തു സംഭവിച്ചു? DIC ഉണ്ടാക്കിയതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇടതുപക്ഷം എടുക്കാൻ തയ്യാറായില്ല. അവസാനം NCPയിൽ ജോയിൻ ചെയ്തു. NCPയുടെ സംസ്ഥാന പ്രസിഡന്റായി. അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി NCPയെ അവരുടെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി. മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് പിന്നീട് NCPയെ ഇടതുപക്ഷം കൂടെ കൂട്ടിയത്. അപ്പോ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ശ്രീമാൻ മുരളീധരൻ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.